ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാരൊക്കെ പോയി കാണുക. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തേത്, നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. തിങ്കളാഴ്ച നല്ല ദിവസം. തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ. കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം, സ്വഭാവം, മനോനില, നിലപാട്, കഥയിലെ സ്ഥാനം, മറ്റു കഥാപാത്രങ്ങളോടുള്ള ഇടപെടൽ എന്നിവ ഉൾക്കൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറയുന്നത്. നമുക്കറിയാം, തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം അമ്മ തന്നെയാണ് അല്ലേ. അപ്പോൾ അവർ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയത്, അതുപോലെ തന്നെ അവർക്ക് പോവാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടും അവർ ശരണാലയത്തിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതേണ്ടത്. നമുക്കൊന്ന് നോക്കാം. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ അമ്മ കുടുംബത്തിലെ കേന്ദ്ര ബിന്ദുവാണ്. അമ്മ ഉള്ളതുകൊണ്ടാണ് മക്കളും പേരക്കുട്ടികളുമെല്ലാം ആ വീട്ടിലേക്ക് എത്തുന്നത്. വീടും പരിസരവും ഭംഗിയായി സൂക്ഷിക്കുമ്പോഴും ആടിനെയും പശുവിനെയും പരിപാലിക്കുമ്പോഴും ഒക്കെ അമ്മയുടെ മനസ്സിൽ മക്കൾ തന്നെയാണുള്ളത്. മക്കളും കുടുംബവും എല്ലാം വീട്ടിൽ ഒന്നിച്ചെത്തിയത് വളരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും മക്കൾക്ക് എന്നോടോ വീടിനോടോ പഴയ സ്നേഹമില്ല എന്ന തിരിച്ചറിവ് അവരെ വേദനിപ്പിക്കുന്നുണ്ട്. മകൻ ഗോപൻ വീട് വിൽക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും ഗോപന്റെ ഭാര്യ ബിന്ദു അമ്മയെ ശരണാലയത്തിലാക്കുന്ന കാര്യം പറയുമ്പോഴും മനസ്സ് നീറുന്നുണ്ടെങ്കിലും അമ്മ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. കുടുംബത്തിൻ്റെ നേതൃപരമായ സ്ഥാനമുണ്ടെങ്കിലും മക്കളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അമ്മ ഒരു വാക്കുപോലും ഉപയോഗിക്കുന്നില്ല. അതുവരെ പ്രിയപ്പെട്ടതായിരുന്നതെല്ലാം ഉപേക്ഷിച്ചു മക്കളുടെ തീരുമാനത്തിന് വഴങ്ങി ശരണാലയത്തിലേക്ക് പോകുമ്പോഴും ഒരു കണ്ണുനീർ പോലും വീഴ്ത്താതെ, ഒരു തുണിസഞ്ചി പോലും ഇല്ലാതെയാണ് അവർ പടിയിറങ്ങുന്നത്. യഥാസമയം മക്കൾക്കും കൊച്ചുമക്കൾക്കുമായി ചെയ്യേണ്ടതെല്ലാം ചെയ്ത് മക്കൾ സ്വയം പ്രാപ്തിയായപ്പോൾ സ്വയം ഒഴിയുന്നതുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് അമ്മ എന്ന് പറയുന്നത്. അപ്പം അമ്മ വളരെ കരുത്തുറ്റൊരു കഥാപാത്രമാണ്. മാത്രമല്ല, മക്കൾക്ക് വേണ്ടിയും പേരക്കുട്ടികൾക്ക് വേണ്ടിയും ഒരുപാട് കാലം ജീവിക്കുകയും അവരുടെ സന്തോഷത്തിനും ഇതിനും വേണ്ടിയിട്ടാണ് ശരണാലയത്തിലേക്ക് ഒരു വാക്ക് പോലും പറയാതെ പോകുന്നത്. അതുകൊണ്ടാണ് അമ്മ അവസാനം പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് എന്നെ കാണാൻ വേണ്ടി വരരുത് എന്നുള്ളത്. കാരണം അത്രയും സങ്കടമാണ് അമ്മയുടെ ഉള്ളിലുള്ളത് എന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല, വൃദ്ധസദനങ്ങളെ കുറിച്ചിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൂട്ടുകാർ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് എക്സാം എഴുതുക. അടുത്ത ചോദ്യം, പനിനീർ പൂവ് എന്ന കവിത ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഏത് കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ്? ഏതിൽ നിന്നാണ്? അമൃതധാര എന്നതിൽ നിന്നെടുത്തതാണ്. അമൃതധാര. 3, അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദവും കുറച്ച് സങ്കടപ്പെട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത്. ആരും കരയുന്നത് ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചിട്ട് മുൻവശത്തേക്ക് ഓടി. താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. കണ്ണീർ പടർത്തുന്ന വേദനകൾക്കിടയിലും മറ്റൊരാൾ പോലും വേദനിക്കരുത് എന്ന ഉയർന്ന ചിന്ത പുലർത്താൻ അനുതാരയ്ക്ക് കഴിയുന്നുണ്ടോ? കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ അനുതാരയുടെ പാഠഭാഗത്ത് നമുക്കറിയാം, അനുതാര ഓൾറെഡി വയ്യാത്ത ഒരു കുട്ടിയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ വേദനയും മറ്റുമൊക്കെ ആയിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അവിടെ അവൾക്ക് ആശ്വാസം എന്ന് പറയുന്നത് നീലകണ്ഠനായിരുന്നു അല്ലേ. അപ്പോൾ ഒന്നുകിൽ നീലകണ്ഠൻ്റെ കഥാപാത്ര നിരൂപണം ചോദിക്കാം, അല്ലെങ്കിൽ അനുതാരയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് എഴുതാനും പറയാം. അപ്പോൾ എന്തായാലും ഇവിടെ അനുതാരയുടെ ഒരു മാനസികാവസ്ഥയും അനുതാരയ്ക്ക് അത്തരത്തിൽ ഒരു ഉയർന്ന ചിന്ത പുലർത്താനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഉത്തരം, കഠിനമായ വേദനകൾ അനുഭവിക്കുമ്പോഴും പ്രായത്തിൽ കവിഞ്ഞ അസാധാരണമായ പക്വതയോടെ എല്ലാവരുടെയും സന്തോഷം ആഗ്രഹിക്കുന്ന കുട്ടിയാണ് അനുതാര. രോഗങ്ങളോട് മല്ലിട്ട് തളരുമ്പോഴും കണ്ണീർ തുടച്ച് അറിവിൻ്റെ ലോകത്തേക്ക് തിരിയുന്ന അനുതാര അതിജീവിതത്തിന് തന്നെയാണ് ശ്രമിക്കുന്നത്. വേദനകളെ അത്രയധികം ആഴത്തിൽ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് മറ്റൊരാളുടെ വേദന സ്വന്തം വേദനയായി കരുതാൻ അവൾക്ക് കഴിയുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ മണികണ്ഠന് കാഴ്ച നഷ്ടപ്പെട്ടതോർത്താണ് അവൻ്റെ അമ്മ കരയുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ കരച്ചിൽ ശബ്ദം കേട്ട് അസ്വസ്ഥതയോടെ ഓടിയെത്തുന്ന അനുതാരയിൽ ഒരു ഉത്തമ മനുഷ്യസ്നേഹി തന്നെയാണ് കാണാനാവുന്നത്. മറ്റൊരാളുടെ വേദന കേട്ടറിഞ്ഞ് ഓടിയെത്താനും അവരെ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്ന അനുതാര മറ്റുള്ളവരോടുള്ള സഹതാപത്തേക്കാൾ അവരുടെ വേദനകളെ പങ്കാളിയായി നിന്ന് അവരെ ആശ്വസിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സ്വയം വേദന ഉള്ളത് കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരുടെ വേദന അനുതാരയ്ക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി സാധിക്കാത്തത് എന്ന് നമുക്ക് പറയാം. 4, നിന്നുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ. പൂക്കളെ പൂക്കളെ പാരതിൻ നിങ്ങൾക്ക് പാർക്കുകിലെന്തോന്നോ മീതെ ചൊൽവാൻ. ഈ വരികളിൽ തെളിയുന്ന കവിയുടെ മനോഭാവം എന്ത്? കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്.
ഇവിടെ പൂവിൻ്റെ ജീവിതം തീരെ ചെറുതെങ്കിലും അവയുടെ മനോഹാരിതയാൽ ഭൂമിയിൽ സ്വർഗം തീർക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഇവിടെ കവി ആദ്യം പൂവിൻ്റെ ജീവിതത്തെ മോശമായി കാണുകയും എന്നാൽ പിന്നീട് അത് തിരുത്തുകയും ചെയ്യുന്നു. വിടർന്നു നിൽക്കുന്ന അഴകേറിയ ചെമ്പനീർ പൂവിനെ നോക്കി നിന്റെ ചെറുജീവിതം എത്ര മോശമാണെന്നാണ് കവി പറയുന്നത്. എന്നാൽ ഒന്നും മിണ്ടാതെ പോവുക നിഷേധാർത്ഥത്തിൽ മാത്രമാണ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ കവിക്ക് ചില തിരിച്ചറിവുണ്ടായി. പാഴ്മണൽ കാടിനെ സ്വർഗമാക്കാനും ദുഃഖത്തിൽ ആശ്വാസമേകാനും സുഗന്ധം പരത്താനും ലോകത്തിന് നൽകാനും കഴിവുള്ളവരാണ് പൂക്കൾ. മാർദ്ദവം കൊണ്ടും മനോഹാരിത കൊണ്ടും സുഗന്ധം കൊണ്ടും ഈ ലോകം മാപ്പ് നൽകണമെന്ന് കവി അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, ചെമ്പനീർ പൂവും കവിയും തമ്മിലുള്ള ബന്ധം ഇന്നത്തെ ലോകവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി എഴുതാനും ചിലപ്പം പറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മനുഷ്യൻ എന്ത് കണ്ടാലും എന്താണ് അതിനെ ഒരു ചീത്ത രീതിയിലാണ് പറയുക, അല്ലേ, അല്ലെങ്കിൽ ഒരു വിലയില്ലാത്ത രീതിയിലാണ് കാണുക. പിന്നീടാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിൻ്റെ മാധുര്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രമിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അത് എത്രത്തോളം പ്രാധാന്യമുള്ള സംഭവമാണെന്നും അത് എത്രത്തോളമാണ് ഈ ലോകത്തിന് തന്നെ ഒരുപാട് സംഭാവനകൾ നൽകുന്നുണ്ടെന്നും ഏത് ചെറിയ സാധനമായിക്കോട്ടെ അത് ഒരുപാട് പ്രാധാന്യം അതിൻ്റേതായ രീതിയിൽ നൽകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ രീതിയിലും ചോദ്യം വരാനുള്ള ചാൻസ് കൂടുതലാണ്. 5. നീലകണ്ഠൻ മാത്രം അവളെ രോഗിയായി പരിഗണിച്ചില്ല. പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നീലകണ്ഠൻ മാത്രമായിരുന്നു അവൾക്കൊരു ആശ്വാസം എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ അനുതാര നിത്യരോഗിയായ ഒരു പെൺകുട്ടിയായിരുന്നു. രോഗവും അതിൻ്റെ ചികിത്സയും കാരണം അവൾക്ക് കൃത്യമായി സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. ചികിത്സകൾക്കിടയിലുള്ള ഇടവേളകളിൽ അവൾ സ്കൂളിൽ പോകുമ്പോൾ അവളെ എല്ലാ കൂട്ടുകാരും മറന്നു പോകുമായിരുന്നു. സ്കൂളിലെ മറ്റു കുട്ടികളും ടീച്ചർമാരും അവളെ സഹതാപത്തോടെയാണ് കണ്ടിരുന്നത്. അവിടെ രൂപം പോലും ചികിത്സയുടെ കാഠിന്യം കാരണം ഭംഗിയേറ്റുപോയിരുന്നു. എന്നാൽ നീലകണ്ഠൻ മാത്രം അവളെ രോഗിയായി പരിഗണിച്ചില്ല. നീലകണ്ഠൻ അനുതാരയെ ചിരിപ്പിക്കാനായി അവളെ മയിൽപ്പീലി കണ്ണുകൾ എന്ന് പ്രശംസിക്കുന്നു. മറ്റുള്ളവരുടെ അവഗണനയും ഒഴിവാക്കലും അവൾ അനുഭവിച്ച വേദനകളുടെയും യാതനകളുടെയും ഇടയിലും ഈ ഒരു സ്നേഹവാക്യം അവൾക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. നല്ല സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നതിന് ഉദാഹരണമാണ് ഇത്. ഉയർച്ചയിലും താഴ്ചയിലും സങ്കടത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുമ്പോഴാണ് യഥാർത്ഥ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. യഥാർത്ഥ സൗഹൃദം നമ്മുടെ താളുകൾക്കിടയിലുള്ള മയിൽപ്പീലി എന്ന പാഠഭാഗവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് എഴുതുക, അല്ലെങ്കിൽ ആ വിഷയത്തിലൊരു ഉപന്യാസം അല്ലെങ്കിൽ ഒരു പ്രസംഗം തയ്യാറാക്കുക എന്നൊക്കെ പറയാനും സാധ്യതയുണ്ട്. മാത്രമല്ല നമുക്കറിയാം അവസാനം നമ്മുടെ നീലകണ്ഠന് തന്നെ അസുഖം വരികയാണ്, അല്ലേ. അപ്പോൾ നീലകണ്ഠന് കാഴ്ച നഷ്ടപ്പെടുമ്പോൾ പറയുന്നുണ്ട് ഇനിയെല്ലാം നീ ഒറ്റയ്ക്ക് പഠിച്ചോ എന്ന് പറയുന്നുണ്ട്, അല്ലേ. അപ്പോൾ അതിനെ ഒന്ന് താരതമ്യപ്പെടുത്തി എഴുതാനും ചിലപ്പം പറയാം. കാരണം എപ്പോഴും അനുതാരക്ക് കൂട്ടുണ്ടായിരുന്ന നീലകണ്ഠൻ അവളുടെ പഠന കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും അവളുടെ എല്ലാ പിന്തുണയും നൽകിയിരുന്നത് നീലകണ്ഠൻ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു നീലകണ്ഠൻ ഇനി ഇല്ല, അല്ലെങ്കിൽ നീലകണ്ഠന് ഇനി പഠിക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല, അപ്പം നീ തന്നെ ഒറ്റയ്ക്ക് ചെയ്തോ എന്ന് പറയുന്ന ഒരു സന്ദർഭമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ സൗഹൃദത്തെക്കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നീലകണ്ഠൻ്റെ കഥാപാത്ര നിരൂപണം ചോദിക്കാം, അല്ലെങ്കിൽ അനുതാരയെ കഥാപാത്ര നിരൂപണം ചോദിക്കാം, അല്ലെങ്കിൽ അനുതാരയ്ക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ വേദനകളെ മനസ്സിലാക്കാനൊക്കെ കഴിവുണ്ടോ എന്നുള്ള രീതിയിലും ചോദിക്കാം. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കൂട്ടുകാർ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് എക്സാമിന് പോവുക. ഏത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ റെഡി ആയിരിക്കണം. അടുത്ത ചോദ്യം, തിങ്കളാഴ്ച നല്ല ദിവസമാണ് എന്ന പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിലും ഇന്ന് നടക്കുന്ന സമകാലിക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലും കുടുംബ ബന്ധങ്ങൾ വീണ്ടെടുക്കാം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാം. അപ്പോൾ ഒന്നുകിൽ ചിലപ്പോൾ ഉപന്യാസമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പ്രസംഗമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായക്കുറിപ്പ് എഴുതാനും പറയാം. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. കാരണം ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. നമ്മുടെ നാട്ടിൽ വയോധികരായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ സ്വത്തിനു വേണ്ടി മാതാപിതാക്കളെ കൊല്ലുന്നവരും ഇന്നുണ്ട്. അവരെ വഴിയിൽ ഉപേക്ഷിക്കുന്ന അമാനുഷിക സംഭവങ്ങളും കേൾക്കാൻ കഴിയുന്നുണ്ട്. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ അമ്മയുടെ അവസ്ഥയും ഇതുപോലെയാണ്. ജീവിതം മുഴുവൻ മക്കൾക്കായി ബലി കഴിപ്പിച്ച അമ്മ അവസാനം സ്വന്തം വീട്ടിൽ പോലും സ്ഥാനമില്ലാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. തിരക്കേറിയ ജീവിതത്തിനിടയിൽ മാതാപിതാക്കളുടെ കാര്യങ്ങൾ തിരക്കാനോ അവരെ ഒന്ന് കാണാനോ അടുത്തിരിക്കാൻ സമയം കിട്ടുന്നില്ല. പണത്തിൻ്റെയും വെട്ടിപ്പിടിക്കലിൻ്റെയും ലോകത്തിലൂടെയാണ് ഇന്നത്തെ യുവതലമുറ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ബന്ധങ്ങൾക്കോ മാതാപിതാക്കൾക്കോ സ്ഥാനമില്ലാതായി മാറുന്നു. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ വീണ്ടെടുക്കുന്നത് ഇന്നത്തെ വലിയ സാമൂഹിക ഉത്തരവാദിത്തമാണ്. മാതാപിതാക്കളോടുള്ള ആദരവും സ്നേഹവും കുട്ടിക്കാലം മുതൽ തന്നെ വളർത്തണം. അവരെ കുടുംബത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഉൾപ്പെടുത്തണം. കുടുംബമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ തയ്യാറാവുകയും വേണം. സമൂഹത്തിൻ്റെ പുരോഗതിയും കുടുംബത്തിൻ്റെ ഏകോപനവുമാണ് സത്യത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം. അതിനാൽ മാതാപിതാക്കൾക്ക് സ്നേഹവും വാത്സല്യവും കരുതലും നൽകി ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കണം. ഓക്കെ.
അപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ വല്ല ന്യൂസ് പേപ്പറിൻ്റെ കൊളാഷ് പോലെ തന്നിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതാനോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് ഈ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗത്തിലെ അമ്മ എന്ന് പറയുന്നത്. ഒന്നുകിൽ കഥാപാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കാം ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂട്ടുകാർ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ഒന്ന് റെഫർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക ഏത് രീതിയിലാണ് വരുന്നത് എന്ന്. മലയാളം എക്സാമാണ്, അത്യാവശ്യം എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും വായിക്കാം എഴുതാം എന്നതായിരിക്കും. വലിയ പാരഗ്രാഫ് തന്നിട്ട് അല്ലെങ്കിൽ കവിത തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാവും. അപ്പോൾ എന്താണോ തന്നിട്ടുള്ളത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓരോ ചോദ്യവും വീണ്ടും വീണ്ടും വായിച്ച് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എത്ര മാർക്കാണോ മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് 5 മാർക്കാണ്, 10 അല്ലെങ്കിൽ 7 മാർക്കാണ്, 3 മാർക്കാണ്, മാർക്കിന് അടിസ്ഥാനമായിട്ട് ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.